പറയുന്ന പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ഫോഴ്സ് ചെയ്തു, ഞാൻ ചെയ്തില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറേ ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ കുറേ ഓഫേഴ്സ്, മൂവി ഓഫേഴ്സ് എല്ലാം ഇതേപോലെ വിളിച്ച് കൊളാക്കിയിട്ട് എന്നെ വിളിച്ചിട്ട് ചോദിക്കും, എടാ നിൻ്റെ മൂവി ഓഫർ പോയല്ലോടാ, എന്ത് പറ്റി, പിന്നെ കല്യാണമാണെങ്കിൽ കല്യാണം കൊളായെന്ന് കേൾക്കുന്നുണ്ടല്ലോടാ, ഇങ്ങനെ ഓരോന്നും തീരുമ്പോൾ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഡോക്ടർ റൂബിൻ രാധാകൃഷ്ണൻ സിനിമ കാണുമായിട്ട് ബന്ധപ്പെട്ട് തിയേറ്ററിൽ എത്തിയപ്പം ഡോക്ടർ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂവിൻ്റെ ചെറിയ ഭാഗങ്ങളാണ് ഞാൻ കാണിച്ചത്. അതിൻ്റെ ബാക്കിയുള്ളത് നമുക്ക് കേൾക്കാം. നമ്മുടെ ഫിബിനും അഖിൽമാരാരും ഒക്കെ തുടങ്ങി വെച്ച ഒരു ഫൈറ്റുണ്ട് ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട്. അതിൻ്റെ ആ വിവാദങ്ങളുമായിട്ട് കാര്യങ്ങളാണ് പ്രതികരിക്കുന്നത് ഡോക്ടർ റൂബിൻ, മിക്കവാറും എല്ലാ കാര്യങ്ങളും. അപ്പം ഡോക്ടർ റൂബിനാണ് ആദ്യമേ ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞത്. അന്ന് ഡോക്ടർ റൂബിനോട് എല്ലാവർക്കും പുച്ഛമായിരുന്നു. വളർത്തിക്കൊണ്ടുവന്ന സ്ഥാപനത്തെ നിന്ദിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര പുച്ഛമായിരുന്നു. നമുക്ക് ആ ഇൻ്റർവ്യൂ ഒന്ന് കേൾക്കാം. ഹലോ റോബിൻ ചേട്ടാ, നമസ്കാരം. സുഖമാണോ? സുഖം. എന്തൊക്കെയാണ് വിശേഷം? ഇവിടെയാണോ അപ്പുറത്താണോ? ഇവിടെ തന്നെ. ഇതാരിത്? ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയുന്നുണ്ടോ? അറിയുന്നുണ്ട്. അവര് മുമ്പിലുണ്ട്. എന്താണ് പുതിയ വിശേഷം? എന്താണ് വിശേഷം? ജില്ലയിലേക്ക് പോകുന്നുണ്ടോ? ഞാനെന്തിനു പോകണം? ഇല്ല. ഇന്നത്തെ പ്രസ് മീറ്റൊക്കെ അറിഞ്ഞായിരുന്നു? ഞാൻ ഫുള്ള് കണ്ടില്ല. ഒന്നും കിട്ടില്ല. ബ്രോ, ഈ വിവാദങ്ങൾക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? അറിയില്ല ബ്രോ, എൻ്റെ അടുത്ത് എനിക്ക് എൻ്റെ ഭാഗം മാത്രമേ അറിയത്തുള്ളൂ. അപ്പം എനിക്കുണ്ടായ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റും. കാരണം എനിക്ക് എല്ലാവരുമായിട്ട് കോൺടാക്ട് ഇങ്ങനെ കുറവുള്ള ഒരാളാണ്. സോ ബെറ്റർ അവരുടെ അടുത്ത് ചോദിക്കുന്നതായിരിക്കും. അറിയാത്ത കാര്യത്തെ പറ്റി പറയണ്ടല്ലോ. ബ്രോയാണ് ആദ്യം ഇത് പലർക്ക് അനുകൂലമായി എഡിറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. അതെ. കാരണം എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ എന്ത് ചെയ്തത്, ഷെയർ ചെയ്തത്. സോ അപ്പം എനിക്ക് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ എല്ലാവരും ആക്ഷേപിക്കുന്നതല്ല, പക്ഷേ അതിലുള്ള 1-2 പേരിൽ നിന്നും പ്രത്യേകിച്ച് ഒരാളിൽ നിന്നും ഒരു ബാഡ് എക്സ്പീരിയൻസ് എനിക്ക് നിരന്തരമായിട്ട് ഈ പറഞ്ഞ രീതിയിൽ ബ്ലാക്ക് മെയിലിങ്ങും ത്രെട്ടനിങ്ങും കാര്യങ്ങളൊക്കെ ഇറങ്ങിയ സമയം തൊട്ടേ ഉണ്ടായിരുന്നു. അപ്പം അവർ പറയുന്ന പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ഫോഴ്സ് ചെയ്തു, ഞാൻ ചെയ്തില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറേ ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ കുറേ ഓഫേഴ്സ്, മൂവി ഓഫേഴ്സ് എല്ലാം ഇതേപോലെ വിളിച്ച് കൊളാക്കിയിട്ട് എന്നെ വിളിച്ചിട്ട് ചോദിക്കും, എടാ നിൻ്റെ മൂവി ഓഫർ പോയല്ലോടാ, എന്ത് പറ്റി, പിന്നെ കല്യാണമാണെങ്കിൽ കല്യാണം കൊളായെന്ന് കേൾക്കുന്നുണ്ടല്ലോടാ, ഇങ്ങനെ ഓരോന്നും തീരുമ്പോൾ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ഡിഗ്രേഡിങ് ടൈമിൽ ഇപ്പം നമ്മുടെ കിഡ്ലം ഗ്രോസിക പറഞ്ഞ കണക്ക് കുറച്ച് ചാനൽസും കുറച്ച് PR ടീമും ഉണ്ടെങ്കിൽ ഏതൊരാളിനെ നെഗറ്റീവ് ആക്കാവുന്നതേ ഉള്ളൂ. സോ അപ്പോൾ അതേപോലെ ഡിഗ്രേഡിങ് നടക്കുന്ന സമയത്ത് ഞാൻ പിന്നെ എന്ത് പറഞ്ഞാലും അതെന്നെ ഡിഗ്രേഡ് ചെയ്യത്തേ ഉള്ളൂ. കാലം തെളിയിച്ചു. ഓരോരുത്തരായിട്ട് വന്ന് അവരുടെ എക്സ്പീരിയൻസ് പറയുമ്പോഴത്തേക്ക് ഐ ഫീൽ ഹാപ്പി. പക്ഷെ എന്നാലും എന്താ പറയുക, ഒരുപാട് ഡിഗ്രേഡിങ് കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തു. ഞാൻ പറഞ്ഞില്ല, ഞാൻ പെർഫെക്റ്റ് ഒന്നുമില്ല, കുറേയൊക്കെ എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. പക്ഷെ എന്നിരുന്നാലും മെജോറിറ്റിയും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എല്ലാവരും റിയലൈസ് ചെയ്യുക, അത്രേ ഉള്ളൂ. എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ? ഇങ്ങനെ മാറ്റം ഉണ്ടാവണമല്ലോ, അതിനാണല്ലോ എല്ലാവരും പ്രതികരിക്കുന്നത്. ആ ഒരു ചാനലിനെ അല്ലെങ്കിൽ എൻ്റെ മോൾ ഷൈൻ എന്ന് പറഞ്ഞ ഒരു ആ ഒരു ഇതിൻ്റെ ഫേമിനെ അല്ല പറയുന്നത്. ഏഷ്യനെറ്റിലുള്ള 1-2 പേരാണ് ഈ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അവർക്ക് മാത്രമേ ഈ ഒരു പ്രശ്നമുള്ളൂ. അഖിൽമാരാണെങ്കിലും സിബിനാണെങ്കിലും ഈ പറഞ്ഞ പലരും എന്ത് ചെയ്യുന്നുണ്ട്, റിയാക്ട് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ആക്ച്വലി നമ്മുടെ കേരളത്തിലെ വലിയൊരു ചാനലാണ്. ആ ഒരു പേടി കൊണ്ടാണോ? ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, എന്നെ 2ാമത്തെ സീസണിൽ അവർ പറഞ്ഞു എൻ്റെ ലൈക്ക് എന്താണ് പറയുക, എഗ്രിമെന്റിന്റെ ടൈം തീർന്നിട്ടില്ല, സോ യു ഹാവ് ടു കം എന്ന് പറഞ്ഞ് ഫോഴ്സ്ഫുള്ളി വിളിച്ചു. ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ വോയിസ് ഒക്കെ എൻ്റെ ഉണ്ട്, ഞാൻ വരത്തില്ലെന്നാണ് പറഞ്ഞു. വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ശരി, വന്നു. അവിടെ കയറുന്നതിന് മുന്നെയാണ് ഞാൻ അറിയുന്നത് എന്നെ ഡിഗ്രേഡ് ചെയ്യാനുള്ള എല്ലാ പ്ലാൻസും അവർ ചെയ്തിരുന്നത്. അതുകൊണ്ട് ഞാൻ ഇറങ്ങിയിട്ട് ഫ്രസ്ട്രേഷനിൽ ഞാൻ വിളിച്ച് പറഞ്ഞത്. അത് ഞാൻ അന്നേ പറഞ്ഞു, ഒരു കോർപ്പറേറ്റ് കമ്പനിക്ക് അഗൻസ്റ്റ് ആയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. സോ ഒബ്വിയസ്ലി എന്നെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അതേപോലെ നടന്നു. ഇനി ആരൊക്കെ നിൽക്കുന്നു അവരെ എല്ലാവരും ഡിഗ്രേഡ് ചെയ്യും. മനസ്സിലായില്ലേ? സോ അതിൽ ഇത് കാണുന്ന ജനങ്ങൾ ഏതാണ് ശരി ഏതാണ് തെറ്റെന്നുള്ളത്
തിരിച്ചറിയുക. ഞാൻ പറയാം, ഈ ഷോ നല്ലൊരു ഷോ ആണ്. അത് നല്ല ആൾക്കാർ നടത്തണമെന്നുണ്ടെങ്കിൽ, ജെന്യൂൻ ആയിട്ട് നടത്തണമെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ ഫിനാലെ ഫിനാലെ വീക്ക് വന്നിട്ടുണ്ട്. സോ അതിൽ ജെന്യൂൻ ആയിട്ടുള്ള വോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ആൾ ജയിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അത് ആര് തന്നെയാണെങ്കിലും ആൾക്കാരുടെ സപ്പോർട്ടോടുകൂടി. ഇൻ കേസ് അതിലെന്തെങ്കിലും ഫേക്കോ അല്ലെങ്കിൽ വോട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിന് അഗേൻസ്റ്റ് ആയിട്ട് ഒരു കാര്യങ്ങൾ ഫയൽ ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള എന്താണ് അതിൻ്റെ ഒരു ജെന്യൂനിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാണിക്കാനും അവർ റെസ്പോൺസിബിൾ ആയിരിക്കും. കാരണം ജനങ്ങളുടെ ഇമോഷൻസും ജനങ്ങളുടെ ടൈമും കാര്യങ്ങളും വെച്ചിട്ടാണ് അവർ ഈ ഷോ റൺ ചെയ്യുന്നത്. എനിക്ക് സാധനം ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ അവർ വില്ലിങ് ആയിരിക്കണം. പക്ഷേ ഇതുവരെ അവരങ്ങനെ വോട്ടിങ്ങിൻ്റെ ഒന്നും പുറത്തു വിട്ടിട്ടില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വോട്ടിങ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അതിൽ എന്താണ് അതിൻ്റെ ജെന്യൂനിറ്റി കാര്യങ്ങളെന്ന് അറിയത്തില്ലല്ലോ. അപ്പം ചോദിക്കാം. നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് ചോദിക്കാവുന്നതേ ഉള്ളൂ അല്ലേ? നമ്മുടെ റൈറ്റ്സ് അല്ലേ? റോയിനാണെങ്കിലും എനിക്കാണെങ്കിലും ഇത് കാണുന്ന ഏതൊരു മനുഷ്യനും വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇത് കാണുന്നുണ്ടെങ്കിൽ, നമ്മുടെ സമയം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ജെന്യൂൻ ആയിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഷോനെ എല്ലാവരും സപ്പോർട്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഷോയോ അല്ലെങ്കിൽ ഇതിലുള്ള 1-2 പേര്, അത് എനിക്കറിയാവുന്നതിൽ ഏഷ്യാനെറ്റിലുള്ള 1-2 പേരാണ് ഇത് കംപ്ലീറ്റ്ലി ഈ ഷോനെ കൊളാക്കുന്നത്. ഇന്റർനാഷണൽ ഷോവിന് അതിന് കേരള വെർഷനിലേക്ക് വരുമ്പോൾ ഏഷ്യാനെറ്റിലുള്ള 1-2 പേരാണ് ഇത് ചെയ്യുന്നത്. അത് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പുറത്ത് എന്തൊക്കെ എനിക്ക് തോന്നുന്നു, ഞാനൊരു അഖിൽമാരാൻ്റെ സിബിൻ്റെയും കാര്യം കംപ്ലീറ്റ്ലി കണ്ടിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും കുറച്ച് പേര് പറയുന്നത് വെച്ചിട്ട് ലൈക്ക് എന്തൊക്കെ ഇനി പറയാനിരിക്കുന്ന ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു അങ്ങനെയൊക്കെയാണ് പറയുന്നത്. എക്സലി അത് ബ്ലാക്ക് മെയിൽ ഉറപ്പായിട്ടും. ഓക്കെ, താങ്ക് യു. വിവാദങ്ങൾ ഇങ്ങനെ കുളുമ്പിരി കൊണ്ടിരിക്കുകയാണ്. ബിഗ് ബോസ് ഫിഫൻ ഫിക്സ് അവസാനിക്കാൻ ഈ ആഴ്ച അവസാനിക്കുകയും ചെയ്യും. ഞായറാഴ്ചയാണ് ഫിനാലെ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും പറഞ്ഞു. ഡോക്ടർ പറഞ്ഞ പോലെ ജെന്യുവിനായിട്ടുള്ള ആൾക്കാർക്ക് വോട്ട് ചെയ്യുക. അപ്പം നമുക്ക് ജെന്യുവിനായിട്ടുള്ള ആൾ ആരാണെന്ന് നമുക്ക് വ്യക്തമാണ്. അതിനനുസരിച്ച് എല്ലാവരും വോട്ട് ചെയ്യുക. അത് ആരെ ഇഷ്ടപ്പെട്ടാലും, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ആരെ ഇഷ്ടപ്പെട്ടു അവർക്ക് വോട്ട് ചെയ്ത് അവരെ വിജയിപ്പിക്കുക. കാര്യം കള്ളത്തരങ്ങൾക്കൊന്നും സ്ഥാനം കൊടുക്കരുത്. ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വ്യക്തി തന്നെ വിജയിക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം, അല്ലേ? അതുതന്നെയാണ് ഡോക്ടർ റൂബിനും പറയുന്നത്. അതുപോലെ തന്നെ ഡോക്ടർ റൂബിൻ ആദ്യമേ ഈ കാര്യങ്ങളെല്ലാം ബിഗ് ബോസിൽ പോയതിന് ശേഷം തിരിച്ചു വന്നപ്പം ഡോക്ടർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഇത് ഉഡായിപ്പാണ്, ഇത് പ്രശ്നമാണ്, എന്നെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി വിളിച്ചു വരുത്തിയതാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പം അന്ന് ഞാൻ ആ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ ഇത് എടുത്ത് നോക്കുമ്പോൾ അന്ന് വന്നേക്കുന്ന വീഡിയോ മൊത്തം ഡോക്ടർ റൂബിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടായിരുന്നു വീഡിയോകളെല്ലാം വന്ന്. അന്ന് ബിഗ് ബോസ് പറയുന്നത്, ഏഷ്യാനെറ്റ് പറയുന്നതൊക്കെ ആയിരുന്നു വേദവാക്യങ്ങൾ പലർക്കും. ഇപ്പോൾ അതെല്ലാം മാറ്റി ചിന്തിക്കുന്നു, അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കുന്നു. സത്യം വിജയിച്ചു, അല്ലേ? അപ്പം എത്ര നാൾ കഴിഞ്ഞാൽ അന്നും നമ്മൾ ഡോക്ടർ റൂബിൻ പറഞ്ഞത് തന്നെയാണ് വിശ്വസിച്ചത്. ഡോക്ടറെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ കള്ളം പറയേണ്ട ഒരു ആവശ്യമുള്ള ഒരു വ്യക്തിയല്ല ഡോക്ടർ റൂബിൻ രാധാകൃഷ്ണൻ. ഇപ്പോൾ ഓരോരുത്തരായിട്ട് അത് തുറന്നു പറയുന്നു. അഖിൽമാരാർ വന്നു, ഫിബിൻ പറയുന്നു, അങ്ങനെ പോളിഫിറോഫ് പറയുന്നു. അപ്പോൾ ആദ്യമേ ഇത് തുറന്നു പറയാൻ ധൈര്യം കാണിച്ച വ്യക്തി തന്നെയാണ് ഡോക്ടർ റൂബിൻ രാധാകൃഷ്ണൻ. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം. അദ്ദേഹത്തെ ഇപ്പോഴും ആൾക്കാർ ഇഷ്ടപ്പെടാനുള്ള കാരണവും അതുതന്നെയാണ്.